ഹലോ വെൽക്കം. നമ്മളിന്ന് എക്സലിൽ പ്രൂഫ് റീഡിംഗ്, അതായത് നമ്മളൊരു ഡാറ്റ അടിച്ച് കയറ്റിയ ശേഷം അതെങ്ങനെ പ്രൂഫ് റീഡ് ചെയ്യാം, തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്രൂഫ് റീഡിങ്ങിന് പല മെത്തേഡ് ഉണ്ട്. അതായത് ഒരുപാട് ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഡാറ്റ നമ്മൾ എക്സലിലേക്ക് അടിച്ച് കയറ്റിയ ശേഷം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന മെത്തേഡ്, മറ്റൊരാൾ അടുത്തിരിക്കും, ആൾ ആ ഷീറ്റ് നോക്കി വായിക്കും, ഒരാൾ എക്സലിൽ ഫിഗർ നോക്കും, ചെക്ക് ചെയ്യും. ഈ രീതിയിൽ നമ്മൾ ഒരാളെ അഡീഷണൽ ജോലി ചെയ്യിക്കാൻ, പക്ഷേ സത്യത്തിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. എക്സലിൽ തന്നെ പ്രൂഫ് റീഡിങ്ങിന് ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സലിനോട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വായിച്ച് കേൾപ്പിച്ചു തരും. നമ്മളെ ഹാർഡ് ഡാറ്റ, അതായത് പേപ്പർ ഡാറ്റയിൽ നോക്കിക്കൊണ്ട് ടിക്ക് ചെയ്താൽ മാത്രം മതി. അതെങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പീക്ക് എന്ന് പറയുന്നത് സ്പീക്ക് ഓപ്ഷൻ, അതായത് റോ, അതായത് റോ ആണെങ്കിൽ ഓരോ ലൈനായിട്ട് വായിക്കുന്ന ഡാറ്റ മെത്തേഡ് ഉണ്ട്, താഴോട്ട് വായിക്കുന്ന മെത്തേഡ്, കോളം വൈസ് ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എക്സലിൻ്റെ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സൽ ഓപ്ഷൻസ് എടുക്കുക, കസ്റ്റമൈസ് എടുക്കുക. ഇവിടെ മുകളിൽ കമാൻഡ്സ് നോട്ട് ഇൻ റിബൺ ഉണ്ടാവും. താഴോട്ട് പോയാൽ ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ്, ABCDE, അങ്ങനെ സ്പീക്ക് എന്നുള്ളത് അടുത്തേക്ക് പോവാം. ഇവിടെ സ്പീക്ക് സെൽസ് നമ്മൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പീക്ക് സെൽ ബൈ കോളം, സ്പീക്ക് സെൽ ബൈ റോ, സ്പീക്ക് സെൽസ് ഓൺ എൻ്റർ. ഇതൊക്കെ ഡിഫറെൻറ്റ് പർപ്പസാണ്, എങ്കിലും നമ്മളൊക്കെ എൻ്റർ അടിച്ചത്. ഓക്കെ അടിക്കുന്നതോടുകൂടി നമ്മൾക്കിവിടെ ഈ ബാറിൽ ആ ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത്, നമ്മൾക്കിപ്പം ഈ ഡാറ്റ നമ്മളൊരു വേർഡ് ഫയൽ നോക്കി അടിച്ചെടുത്തതാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കണം, ഇത് റീഡ് ചെയ്ത് കേൾപ്പിച്ചാൽ നമുക്ക് ആ പേപ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരാളെ കൊണ്ട് വായിപ്പിച്ച് ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിത് സെലക്ട് ചെയ്യുക. ഇവിടെ സ്പീക്ക് സെൽസ് ബൈ കോളം ഉണ്ട്, സ്പീക്ക് സെൽ ബൈ റോ ഉണ്ട്. നമുക്കിവിടെ കോളം ഉണ്ട്, താഴോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. പ്ലേ ബട്ടൺ ഉണ്ട്, ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. X010003 14G038 X010004 14G038 X010005 14G038 X010006 14G038 X010007 14G038 X010008 14G038 X010009 14G038 X0100. ഹലോ, നമ്മളിവിടെ പൂർണ്ണമായിട്ടും വായിപ്പിക്കുന്നില്ല, നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇപ്പം എക്സൽ അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് റോ സെലക്ട് ചെയ്ത് പ്ലേ അടിച്ചു കഴിഞ്ഞാൽ അത് വലത്തോട്ടേക്ക് വായിക്കും. 0.002 14G038 X010003 46.25 3 14G038 X. കണ്ടല്ലോ. ഇനി വേറൊന്നുണ്ട്, നമ്മൾ ഇവിടെ സ്പീക്ക് സെൽ ഓൺ എൻ്റർ, അത് നമ്മൾ ഓണാക്കിക്കൊണ്ട് നമ്മൾ ഈ സെല്ലിൽ ഓരോന്ന് അടിക്കുമ്പോൾ നമുക്ക് നോക്കാം. അടിച്ചിട്ട് താഴോട്ടേക്ക് പോകുമ്പം നമുക്ക് നോക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് ഇനി ഒന്ന് എൻ്റർ ചെയ്യുമ്പം എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താ വായിക്കുന്നത് നോക്കാം. Cells will now be spoken on enter. MouseTrack. Kannur. India. Please subscribe MouseTrack for video tutorials. ഹലോ,
അപ്പോൾ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രൂഫ് റീഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ എക്സലിൻ്റെ തന്നെ സ്പീക്ക് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.